ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈല് പെപ്പർ ചിക്കൻ കറി. ചിക്കൻ മസാല അല്ല, പെപ്പർ മസാല അല്ല, ചിക്കൻ കറിയാണ്. ഇത് വന്നിട്ട് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറയുന്നത്. തക്കാളി 2 അരച്ചത്, 2 തക്കാളി അരച്ചത്, 150 ഗ്രാം ചെറിയുള്ളി തന്നെ വേണം, സവോള എടുക്കരുത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ജീരക പൗഡർ 2 സ്പൂൺ, പച്ചമുളക് 4-5, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കടലെണ്ണ, കപ്പലണ്ടി എണ്ണ എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, കടലെണ്ണ, അത് ആവശ്യത്തിനുള്ളത്. പിന്നെ ചിക്കൻ, പിന്നെ പുതിനയില, കറിവേപ്പില, മല്ലിയില. ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഇത് തയ്യാറാക്കാം. എണ്ണ ഒഴിക്കാം, പാത്രം ചൂടായി എണ്ണ ഒഴിക്കാം. എന്നിട്ട് ചെറിയുള്ളി ചേർക്കാം, ചെറിയുള്ളി അരച്ച് ചേർക്കാം. ഈ ചെറുള്ളി നന്നായിട്ട് വഴണ്ട് ഒന്ന് ബ്രൗൺ കളർ വേണം. അപ്പോൾ വേണം മറ്റുള്ള ഐറ്റംസിനെ ചേർക്കാനായിട്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പച്ച സ്മെല്ല് പോകണം. ഇതേ സമയത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച സ്മെല്ലങ്ങ് മാറുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വന്നിട്ട് നമുക്ക് മസാല പൗഡറുകളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇപ്പോൾ മല്ലിപ്പൊടി, നന്നായിട്ട് മൂത്ത് പോന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് വരണ്ട് വരുന്ന സമയത്ത് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ടോട്ടാണ്. അപ്പോൾ ഈ സമയത്ത് വേണം തക്കാളി അരച്ച് വെച്ചത് ചേർക്കാനായിട്ട്. നന്നായിട്ട് തക്കാളിയുടെ ഒക്കെ പച്ച സ്മെല്ല് പോകണം, അതുവരെ നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും ഇത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഓൾറെഡി ചിക്കനിൽ ഉപ്പ് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി മസാല ഇട്ട് വെച്ചിരിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും ചേർത്ത് പരട്ടി വെച്ചിരിക്കുന്നതാണ്. അതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ പറ്റി വെച്ചാൽ നല്ല മസാല ഉള്ളിലേക്ക് പിടിച്ചോളൂ. അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്ന് നന്നായിട്ട് മാറണം, ഒരു ബ്രൗൺ കളറാവും. അതെ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് പുതിനയിലയും
കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാലയിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കനിലേക്ക് മസാല ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കണ്ടോ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറൻസ് വരും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിൽ 2 മസാലയും കൂടി ഇടുന്നുണ്ട്. ജീരക പൗഡറും പെപ്പർ പൗഡറും, കുരുമുളക് പൊടിയും ജീരക പൊടി ഇടണം. അത് ലാസ്റ്റാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊരു കളർ ചേഞ്ച് വരും. ഇപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണെന്ന് നോക്കണം. വേണമെങ്കിൽ ചേർത്തോളൂ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർക്കാം. ഇത് ജീരക പൗഡർ അത്യാവശ്യം 2 സ്പൂൺ, നല്ല വലിപ്പുള്ള സ്പൂൺ തന്നെ എടുത്തോ. അതാണ് ഇതിൻ്റെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത് കുരുമുളക് പൗഡർ അതും 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതാണ് ശരിക്കും ഇതിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ നിൽക്കുക. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറി ഓയിൽ അങ്ങോട്ട് തെളിഞ്ഞ് വരും. അതിന് സിമ്മിലിട്ട് കൊടുക്കണം നമ്മൾ. ഇപ്പോൾ വേണം 2 സ്പൂൺ നെയ്യ്. ലാസ്റ്റ് ഇതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ സിമ്മിലാക്കിയിട്ട് ബാക്കിയുള്ള പുതിനയിലയും കൊത്തമല്ലി ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചേക്കാം. 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് മതി. ഓൾറെഡി കറി റെഡിയായി. 2 മിനിറ്റ് മൂടിയിട്ട് എണ്ണ തെളിഞ്ഞ് വരും. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി കറിയാണ്. കഴിച്ച് വെച്ചിട്ട് ടേസ്റ്റ് പറയാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പറയുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.